നമസ്കാരം. ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും അല്ലെങ്കിൽ തിരിക്കുമെന്നാണ് ചിരിയുടെ ആചാര്യനായ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കേരളത്തെ ഒരുപാട് കാലം ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിഥികളുമായി ചിരി അനുഭവങ്ങൾ ഈ ഓണക്കാലത്ത് പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം. മിമിക്രി കലാകാരന്മാർ ഒരുപാട് പങ്കെടുക്കുന്ന ഓണപരിപാടികളുണ്ടാവും. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തതയുള്ളതാണ് എന്ന് പറയാൻ പ്രധാനപ്പെട്ടൊരു കാര്യം, കേരളത്തിലെ മിമിക്രി വേദികളിൽ മിമിക്രി അവതരിപ്പിച്ച് തുടങ്ങുകയിൽ ആദ്യത്തെയാൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നയാൾ നമ്മോടൊപ്പം ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തമാശകൾ കേരളത്തിൽ പിന്നീട് പ്രശസ്തരായ ഒരുപാട് കലാകാരന്മാർ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപക്ഷെ കോപ്പി അടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയാവുന്ന ഒരാൾ. മിമിക്രിയുടെ മുതുമുത്തച്ഛൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ മറ്റാരുമല്ല, ശ്രീ KSN രാജ്. നമസ്കാരം ചേട്ടാ. അടുത്ത വ്യക്തി, കേരളത്തിൻ്റെ എല്ലാ മിമിക്രി വേദികളിലും, യുവജനോത്സവ വേദികളിൽ, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റുകളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ കുട്ടികളാണ് ഒന്നാം സമ്മാനം കുറേ കാലങ്ങളായി നേടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം സമ്മാനം മാത്രമല്ല, രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും ഇദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികൾക്കാണ് ഉണ്ടാവുക. ഇദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളാണ് ഇപ്പോൾ കുറേയേറെ കാലമായി കേരളത്തിലെ മോണോ ആക്ട് വേദികളിൽ, മിമിക്രി വേദികളിൽ കുട്ടികൾ അവതരിപ്പിച്ചു വരുന്നത്. ഒരുപാട് കാലത്തെ മിമിക്രി അനുഭവം, ചിരി അനുഭവം അദ്ദേഹത്തിനുണ്ട്. കലാഭവൻ്റെ ഒരു പ്രോഡക്റ്റാണ് ശ്രീ കലാഭവൻ നൗഷാദ്. ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു മുഖമാണ്. കേരളത്തിൻ്റെ മിമിക്രി വേദികളിൻ്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്നയാൾ. പഴയ കാലഘട്ടം മുതൽ ഈ കാലഘട്ടത്തിലും ഇനി തുടർന്ന് ഒരുപാട് കാലഘട്ടങ്ങളിൽ മലയാളിയെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന, ഈ സജീവമായി ഇപ്പോഴും നിലനിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അബീക. അബീക, KSN രാജ് എന്ന് പറയുന്ന ഒരു മിമിക്രി ആൾ എന്നാണ് അബീക കേട്ടത്? ഞാൻ ചെറുപ്പത്തിലേ മുതൽ കേട്ടു തുടങ്ങിയൊരു പേരാണ്. മിമിക്രിക്കാരോട് എനിക്ക് ഭയങ്കരമായ താല്പര്യം. അപ്പോൾ ഈ KSN രാജിൻ്റെ ഈ കാസറ്റുകൾ വരും. അപ്പോൾ അതിൽ വരുന്ന ചില, ഒരുപാടൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവർ പറയുന്ന ചില മരുന്നുകൾ നമുക്ക് ചിന്തിച്ചും ചിരിക്കാനുള്ളതുണ്ട്. വേലായുധൻ്റെ സർപ്പയജ്ഞം കാണാൻ വേണ്ടി സിനിമാ താരങ്ങൾ പോണത്, ശിവാജി ഗണേശൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, இப்படி பண்ணிட்டு மூர்க்கன் அடலி சங்கு வரையன் மூர்க்கப்பா நீ நிறுத்தப்பா, ഇതെല്ലാം മനുഷ്യർക്ക് തേവയാ. ഇതുപോലെ ആന്റണിയും ഇലക്ഷനിൽ മാറിയുന്ന സമയത്ത് മൊറാർജി ദേശായിനെ കുറിച്ചിട്ട്, മൊറാർജി ദേശായിയും AK ആന്റണിയും നമ്മുടെ MGR AK ആന്റണി പറഞ്ഞത് ശബ്ദാനുകരണമല്ല സംഭവം. ഞങ്ങളെ കാര്യം എന്തായാലും ഞങ്ങൾ പറഞ്ഞു മുടിച്ചിരിക്കും. അപ്പോൾ ഉടനെ MGR പറഞ്ഞു, തമിഴ്നാ തമിഴ് நான் நினைத்ததை முடிப்பவன். உடனே மொரார்ஜி പറഞ്ഞു, ഇതെല്ലാം ശരിപ്പെട്ട് വരാതെ നദിജൽ നദി ആനാൽ മൂത്രത്തെ കുടിപ്പവൻ. രാജേട്ടൻ ഈ ആദ്യമായിട്ട് ഇതിങ്ങനെ തുടങ്ങുന്നത് ഏത് സ്റ്റേജാണെന്ന് ഓർമ്മയുണ്ടോ? അപ്പോൾ തളിയിലെ ബ്രാഹ്മണ സമൂഹത്തിൽ ഈ എൻ്റെ ഒരു 5-6 വയസ്സിൽ തമിഴ്നാട്ടിൽ നിന്ന് 2 ആർട്ടിസ്റ്റുകളൊന്നുണ്ടായിരുന്നു. അന്ന് മിമിക്രിയല്ല, വികട കച്ചേരി എന്ന് പറയും. സന്താനം, ചന്ദ്രു എന്നാണ് അവർ 2 പേര്. അന്ന് മൈക്കില്ലാതെയാണ് അവിടെ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ അത് ചെറുപ്പത്തിലേ എനിക്കതൊരു സംഭവമായിട്ട് അങ്ങനെ തോന്നി. അപ്പോൾ അങ്ങനെ ശബ്ദാനുകരണം ഒരു നല്ലൊരു സംഗതിയാണ്. ചെറുപ്പത്തിൽ മനസ്സിലിങ്ങനെ കടന്നുപോയി. അപ്പോൾ എനിക്ക് ചില ശബ്ദങ്ങളൊക്കെ അനുകരിച്ചാൽ തിരക്കേടില്ല എന്ന് തോന്നി. പിന്നെ യൂണിവേഴ്സൽ ആർട്സിൽ പോൾ കലനോടായിരുന്നു എൻ്റെ ഗുരു. ആ സമയത്ത് 72 കാലഘട്ടത്തിൽ. അപ്പോൾ ഈ അവിടുത്തെ പ്രിൻസിപ്പാളിനെയും പോൾ മാഷയും ഞാൻ അനുകരിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ വെറുതെ ഒരു സ്റ്റേജ് വെച്ചു, കുറച്ച് നടന്മാരങ്ങോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു. മുതുകുളം രാഘവൻ പിള്ള, മുത്തയ്യ, അവരൊക്കെ അനുകരിച്ച് ശീലമുള്ളൂ എനിക്ക്. ആ സിനിമ നഖങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ മുത്തയ്യ, PS മുത്തയ്യ, ഒരു കോടതി സീനുണ്ട്. ഇത് പള്ളിയല്ലേ, കോടതിയാണ്, എന്നെ കള്ളസ്ഥലം പറയരുത്, കള്ളസ്ഥലം പറഞ്ഞാൽ നിൻ്റെ നഖങ്ങൾ കഴുകിൻ്റെ നഖം പോലെ വളരും, നിൻ്റെ മുകളിൽ കരയുടെ പോലെ മുളയ്ക്കും. ഇത് സത്യത്തിൽ അന്ന് ആളുകൾക്ക് ഭയങ്കര അത്ഭുതമായിട്ടുണ്ട് ഇങ്ങനെ അനുകരണം ഇന്ന് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇന്നിപ്പോൾ ഓഡിയോ കാസറ്റ് വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ മൊബൈലിലെടുത്ത് പഠിക്കാം. മധു സർപ്പയജ്ഞം കാണാൻ വേണ്ടി പോയിട്ട് പറയാനല്ലേ, മൂർഖൻ, അണിലി, വെള്ളിക്കെട്ടൻ, ഏഴാം പശുവുള്ള പാമ്പുകളാ പുള്ളിയുടെ ഡയലോഗാ. ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള മിമിക്രി താരങ്ങൾക്ക് പോലും രാജേട്ടനെ അറിഞ്ഞുകൂടാ. പറഞ്ഞു കേട്ടോ വേറൊരു സംഭവം ഉണ്ടല്ലോ, കല്ലായി യുവചേതന നടത്തിയൊരു പ്രോഗ്രാമാണ്. അവർ നോട്ടീസിലുണ്ടായിരുന്നു, നിർധനരായ കുടുംബങ്ങൾക്ക് അരിയും തേങ്ങയും വിതരണം, കൂടാതെ മിമിക്രിയും ഉണ്ടായിരിക്കുന്നതാണ്. ആളുകൾ 2 സഞ്ചിയായിട്ട് മിമിക്രി വാങ്ങാൻ. കാരണം അതെന്താണെന്നറിയാത്ത കാലത്ത് ഞാൻ പറഞ്ഞപ്പോഴേ ഇതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ മിമിക്രി തുടങ്ങിയത് ഇതുപോലെ ഒരു സംഭവമാണ്. അതായത് ഇതുമായിട്ടൊരു ബന്ധമില്ല.
ഞാൻ ഈ 6-ാം വയസ്സിൽ ശബ്ദങ്ങൾ ഈ പശു, ആട്, കോഴി, ഈ മൃഗങ്ങളുടെ എല്ലാ ശബ്ദങ്ങളും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ഒളിച്ചിരുന്നിട്ട് ചെയ്യും. അന്ന് സ്റ്റേജൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരുന്ന ആളുകളെ പറ്റിക്കുക. അപ്പോൾ എൻ്റെ അമ്മാവനൊരു ആർട്ടിസ്റ്റാണ്, ജലാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ വന്നപ്പോൾ എൻ്റെ ഉമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ ഈ ശബ്ദം കേൾക്കണ ഈ മൃഗങ്ങളുടെയൊക്കെ അകത്ത്, ഇതെന്താന്ന് ചോദിക്കുക. അത് ആ ചെക്കൻ്റെ പരിപാടിയാണ്, അബിയുടെ പരിപാടിയാണ്, അവന് ഇതാണ് സൂക്കേടുന്നത്. അപ്പോൾ അമ്മാവൻ പറയും ഇതാണ് മിമിക്രി, ഇതാണ് മിമിക്രി. അപ്പോഴാണ് ഞാൻ മിമിക്രി ഇതാണെന്ന് കേൾക്കുന്നത്. നമ്മൾ ചെയ്ത പരിപാടി എന്താണ് മിമിക്രി എന്ന് മനസ്സിലാക്കുന്ന അന്നാണെന്ന് പറയുന്നത്. പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയൊരു സ്ഥലത്ത് ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടി എൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന് മോണോ ആക്ട് പഠിക്കണം എന്ന് പറഞ്ഞു. മോണോ ആക്ട് പയ്യൻ കുഴപ്പമില്ലാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മിമിക്രിയും പഠിക്കണം. അപ്പോൾ മിമിക്രി പഠിക്കണമെന്ന് ഇവൻ വാശി പിടിക്കുന്ന വീട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞാൽ അപ്പോൾ ഈ മോൻ കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്, മോണാക്ട് പഠിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ മിമിക്രി പുറത്തേക്കൊക്കെ പോകുമ്പോൾ വല്ല ഗുണമാവുമല്ലോ. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ മിമിക്രിയെ കുറിച്ച് ഒരു വിവരമല്ലാതെ. നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിമിക്രിക്കാരാണല്ലോ. നമ്മൾ അമ്പലത്തിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ അവിടുത്തെ ഏതെങ്കിലും വലിയ ടോപ്പ് മുതലാളിയോ എന്തെങ്കിലും സ്പോൺസർ ചെയ്ത മുതലാളിയുടെ വീട്ടിലായിരിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇങ്ങനെടാ നാണിച്ചു പറയുന്നത് മിമിക്രിയാ, മിമിക്രി ഇങ്ങോട്ട് പാടാ, ദാബിച്ചേട്ടന് മിമിക്രി കാണിച്ചു കൊടുത്തേ. അപ്പൊ ഈ പയ്യൻ വന്നിട്ട് നല്ല മുതിർന്ന പയ്യനാണ്. എന്നിട്ട് വേറെ എന്താ മനസ്സിലാ മിമിക്രി. അപ്പൊ ഇത്രയും മതി മിമിക്രി എന്ന് ധരിച്ചിരിക്കുന്ന പാവങ്ങളൊക്കെ ഉണ്ട്. കലാഭവനിൽ സെലക്ഷന് കുട്ടികൾ വരും. അതുപോലെ ഒരിക്കലും സെലക്ഷന് പള്ളിയിൽ അച്ഛനാകാൻ പോകുന്ന ഒരാൾ വന്നു. അപ്പൊ അച്ഛനാകുമ്പോന്ന് വെച്ചാൽ ആ കുരിശ് എനിക്കാ തന്നത് അച്ഛൻ. അച്ഛൻ പറഞ്ഞു ഇയാളെന്ന് വന്നേ, അയാളെ എടുക്കാൻ പറ്റുമോ നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ ചെയ്ത ആറ്റിയിൽ ഭക്ഷണമുണ്ടായി, അത് കഴിഞ്ഞപ്പോൾ രൂപമുണ്ടായി. അപ്പൊ നമ്മളത് കണ്ടിട്ടങ്ങട്ട് എന്താ വയ്യ, നാണായിട്ടും വയ്യ, കൊതിയായിട്ടും വയ്യ എന്ന് പറഞ്ഞ മാതിരിയാണ്. അച്ഛനോടൊത്ത് ഒന്ന് എതിർത്ത് പറയാനും വയ്യ. അത് കഴിഞ്ഞ പുള്ളി പറഞ്ഞു അങ്ങനെ മനുഷ്യന്റെ ജീവൻ പരിണാമത്തിലൂടെയുണ്ടായി ഒന്നും പറഞ്ഞിട്ട് കാരണം ഒരു കിളി കളിയാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞിട്ട് അച്ഛൻ ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു ഇത്തിരി കടുപ്പാണ് എന്ന് പറഞ്ഞു. ഇയാളിപ്പോൾ ഞാനിനി പ്രസാദിനെ കൊണ്ട് സെലക്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ.